സമയമരഥത്തിൽ ഞാൻ സ്വർഗയാത്ര. ഏത് നേഴ്സിംഗ് കോളേജിൽ നിങ്ങൾ പോകുക, അവിടെ 100 പിള്ളേർ പഠിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പാഷനേറ്റ് ആയിട്ട് യുണീക്നെസ് ഉള്ള എംപത്തറ്റിക് ആയിട്ട് ആ നേഴ്സിങ്ങിനോട് താല്പര്യമുള്ളവർ എത്ര ശതമാനം ഉണ്ടാവും അറിയോ? ബിലോ 10%. ആ ബാക്കി 90 80 ഇല്ലാതെ വരുന്നതിൻ്റെ അപകടം കഴിഞ്ഞ ദിവസം ഒരു നേഴ്സിംഗ് ടീച്ചർ എന്ന് പറഞ്ഞു. ആ ടീച്ചർ സ്റ്റാഫ് റൂമിൽ BP ഡൗൺ ആയിട്ട് കിടക്കുക. ആ സമയത്ത് 3rd ഇയറിലെയും 4th ഇയറിലെയും പിള്ളേർ കയറി വന്നു. ഇവരെ കണ്ട് ടീച്ചർ ഇങ്ങനെ അവർ രണ്ടുപേരുടെ ടാറ്റ കൊടുത്തിട്ട് ഇറങ്ങിയത്. ഇത് കഴിഞ്ഞ് ടീച്ചർ ചോദിച്ചു, എടാ നിനക്കൊന്നും മനസ്സിലായില്ലേ ഞാൻ BP ഡൗൺ ആയിട്ട് നിങ്ങളെ വിളിച്ചാന്ന്. ടീച്ചർ BP ഡൗൺ ആയിട്ട് കിടന്നാ? ഞങ്ങളതിന് ടാറ്റ തന്നാന്നാ വിചാരിച്ചെന്ന്. ഏത് 4th ഇയറിൽ പഠിക്കുന്ന നേഴ്സിംഗ് സ്റ്റുഡൻറ്റിന് ഒരാൾ സ്വന്തം ടീച്ചർ അത്രയും നാളും കണ്ട ഒരാൾ BP ഡൗൺ ആയിട്ട് കിടന്നിട്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇത്തരം നേഴ്സുമാരുടെ മുമ്പിലേക്കാണ് നിങ്ങളിനി ചെല്ലാൻ പോകുന്നത്. അങ്ങനത്തെ ഡോക്ടർമാരാണെങ്കിലോ സമയമരഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യാനുള്ള മാർഗ്ഗമായി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ആ 10% നേഴ്സുമാരുടെ അവസരം കൂടിയാണ് ഇവരില്ലാതാക്കുന്നത്. നേഴ്സിംഗ് പഠിക്കേണ്ട കുട്ടികൾക്ക് ഇന്റർപേഴ്സണൽ സ്കില്ല് വേണം, എമ്പതി, മനുഷ്യനെ സ്നേഹിക്കാൻ, മനസ്സിലാക്കാൻ. കാരണം ഡോക്ടറിനേക്കാൾ ഉപരി പേഷ്യന്റിനോട് ഇടപെടേണ്ട ആരാ? നേഴ്സാണ്. ഡോക്ടറിന് വളരെ കുറച്ച് സമയമുള്ളൂ. നേഴ്സാണ് അവരെ സ്നേഹത്തോടെ തിരിച്ചു കൊണ്ടുവരേണ്ടത്. എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം തിരിച്ചു വരാൻ സ്വാധീനിച്ചത് നേഴ്സുമാരാണ്. കാരണം നമ്മൾ വേദനിച്ച് കരയുമ്പോൾ നമ്മളെ ചേർത്ത് നിർത്തി പറഞ്ഞ് കൊച്ചേ വരാൻ പറ്റൂടാ, എൻ്റെ അടുത്ത് സിനിമാ കഥ വരെ പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത നേഴ്സുമാരുണ്ട് ആ സമയത്ത്. അതുപോലുള്ള നേഴ്സുമാരെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ കൊണ്ടുവരേണ്ടത്, ഈ നേഴ്സിങ്ങിനെ കൊണ്ടുവരേണ്ടത്. അല്ലാതെ ഇത് കിട്ടിയാൽ ജോലി കിട്ടുന്നു എല്ലാവരുടെ കൊണ്ടുപോയി പണി പാളും.